എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇഞ്ചിപ്പുളി. നല്ല ഇഞ്ചിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ കിച്ചൺ എന്നിട്ടുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്യുക മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനിപ്പോൾ ഞാൻ 1 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇഞ്ചിയുണ്ട്, അതായത് നമ്മൾ പുതിയ ഇഞ്ചിയുണ്ട്, പഴയ ഇഞ്ചിയും രണ്ടും കൂടി മിക്സിങ് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ സ്ലൈസ് ചെയ്ത് കൊടുക്കണം. അധികം കട്ടിയും പാടില്ല, എന്നാൽ അധികം കട്ടി കുറയാനും പാടില്ല കേട്ടോ. ഇതേ രീതിയിൽ നമുക്കിങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഇഞ്ചിയൊക്കെ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് കഴുകണം. കാരണം ഇഞ്ചിയിൽ നമുക്ക് കുറച്ച് പശ അതുപോലെ അതിൻ്റെ കട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്ര ഇഞ്ചി എടുക്കുമ്പോൾ നമുക്കത് വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്താക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചെറിയൊരു പശയോ അതിൻ്റെ ഒരു കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് കഴുകിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇഞ്ചി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അത് ചിലർ പറയും ഇത് കഴുകേണ്ട ആവശ്യമില്ല, കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ പോകുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇതിൽ ചെറിയൊരു പശപ്പും ഒരു കട്ടൊക്കെ ഉണ്ടാവും. അതിനു വേണ്ടിയാണ് നമ്മളിത് കഴുകിയെടുക്കുന്നത്. അങ്ങനെ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് കഴുകി വേറൊരു അരിപ്പയിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം നന്നായിട്ടൊന്ന് വടിഞ്ഞ് കിട്ടണം. വെള്ളം നല്ലോണം വറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അങ്ങനെ ഏകദേശം നമ്മൾ ഇഞ്ചിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇഞ്ചി കഴുകിയ വെള്ളം. ഈ വെള്ളം നമ്മൾ കളയുന്നില്ല. ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കട്ടും അതിൻ്റെ ആ പശ ഇതൊക്കെ ഒന്ന് താഴേക്കൊന്ന് ഊറി കിട്ടും. അപ്പോൾ നമുക്ക് ആ മേലത്തെ വെള്ളം നമുക്ക് എടുക്കാം, പുളി കലക്കാനും അതിനൊക്കെ എടുക്കാം. അപ്പോൾ ഇത്രയും സാധനമൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിനി എന്താക്കാം, ആ പുളി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കണം. ആ പുളീൻ്റെ ചണ്ടിയും കുരുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്താക്കുക, നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എന്താക്കുക, ഒരരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ എന്താക്കുക, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കയ്യിലും കൊണ്ടതോ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കട്ടിയായിട്ട് നമുക്കത് കിട്ടും. പുളീൻ്റെ ആ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്താ ഈ നമ്മളിപ്പോൾ ഇഞ്ചി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമുക്ക് ആ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അടിയിൽ ആ കട്ടും കാര്യങ്ങളൊക്കെ ഊറിയിട്ടുണ്ട്. അപ്പോൾ ആ തെളിവ് മാത്രം എടുക്കുക. കണ്ടോ, ഒരു കോൺഫ്ലവറിൻ്റെ പൊടി പോലത്തെ സാധനം കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ആ പശയും ആ കട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളത് നമ്മൾ എടുക്കുന്നില്ല, അത് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ നമ്മൾ കഴുകിയ ആ വെള്ളം ഉണ്ടല്ലോ, ഇഞ്ചി കഴുകിയ ആ വെള്ളം നമ്മൾ എന്താക്കുക, ഈ പുളിയിലിങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അരിച്ച് ആ പുളീൻ്റെ ഫുള്ള് നീര് നമുക്കൊന്ന് ഇതേപോലെ അരിപ്പി കൊണ്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ പുളി വെള്ളമൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തതാ ഇതേപോലെ ഉണ്ടോ, നല്ല കട്ടിയായിട്ടുണ്ട്. പുളിവെള്ളം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വെല്ലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ കറുത്ത വെല്ലമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അരക്കിലും വെല്ലം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഇനി നമുക്ക് എന്താക്കാം, ഇതൊന്ന് റെഡിയായി വരുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് വെല്ലപ്പാവ് ഒന്ന് സെറ്റായി വരും. അങ്ങനെ നമ്മളിതിൽ വെല്ലപ്പാവ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇഞ്ചി ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ ചെറുപുള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചട്ടി നന്നായി ചൂടാകുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെല്ലപ്പാവ് ഏകദേശം റെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്തു. ഇഞ്ചി നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ.
അങ്ങനെ നമ്മൾ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് ഒട്ടിപ്പിടിക്കുകയും കാര്യം ചെയ്യില്ല, കാരണം വെച്ചാൽ നമ്മൾ നല്ലോണം കഴിയുന്നതുകൊണ്ട് ഒന്നിനോട് ഒട്ടുമൊന്നുമില്ല. നല്ല പോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വെല്ലപ്പാവ് റെഡി ആവുന്നുണ്ട്, നമുക്കൊന്ന് അരിച്ചെടുക്കാം. വെല്ലപ്പാവ് റെഡി 80% ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി എന്താക്കണം, നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് നമുക്ക് ഇതിലൊന്ന് ആയി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്താക്കാം, ഇതാ നീളത്തിൽ കട്ട് ചെയ്ത് പിന്നെ റൗണ്ട് കട്ട് ചെയ്ത പച്ചമുളക് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അയ്യോ, പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് നമ്മൾ കറിവേപ്പില കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം നമ്മളെ ഇഞ്ചിയൊക്കെ നന്നായി ഗോൾഡൻ കളറായി. ഇനി നമ്മൾ അതിലേക്ക് എന്താക്കണം, പുളിവെള്ളം, നേരത്തെ കറക്കി വെച്ച പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതൊരു 10-15 മിനിറ്റ് നമുക്ക് എന്താക്കാം, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. നല്ല ചെറിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഇനി നമ്മൾ മസാല ചേർക്കാൻ പാട്ടോ, പൊടികൾ ഇടാൻ പാടും. ഇങ്ങനെ നമുക്ക് പൊടികളിലേക്ക് അടിക്കാം. മഞ്ഞൾപ്പൊടി ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യത്തിട്ട് കൊടുക്കുള്ളൂ. ഞാൻ ഇപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി നമ്മളൊരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് ഇനി നമ്മളെന്തൊക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. പച്ച സ്മെല്ല് പോകുന്ന വരെ നമുക്ക് ഉണ്ടാക്കാം, ഒന്ന് വയ്ക്കാം. ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ചെറിയ ചറ വരുന്നവരെ നമുക്ക് ആ പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടുന്നവരെ അങ്ങനെ നമ്മൾ ചെറിയൊരു കറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താക്കണം, വെല്ലപ്പാവ്, ഉരുക്കി വെച്ച വെല്ലപ്പാവ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെല്ലപ്പാവ് ഒഴിച്ചു.
ആവശ്യത്തിന് നമ്മളിതിലേക്ക് ഉപ്പൊന്നും ഇട്ടില്ല, അപ്പം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിള വരുന്നവരാണ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി എന്താക്കുക, ഇത് ഇറക്കി വെച്ചിട്ട് ഒന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇറക്കി വെച്ച ശേഷം ഇനി നമ്മൾ എന്താക്കണം, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്കൊരു വറവിടണം. അതിന് അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു പാനിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വെളിച്ചെണ്ണ ഏകദേശം നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ കടുക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കടുക് ഏകദേശം എല്ലാം നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 2 വറ്റൽമുളക് ഒന്ന് സെൻറ്റർ പൊട്ടിച്ചിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വറവ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിപ്പുളി ഏകദേശം റെഡിയായി. പിന്നെ ചൂടൊക്കെ ആറിയിട്ട് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ വറവും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വറവൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇഞ്ചിപ്പുളീൻ്റെ അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബായ്.